സ്തുതി. ഇന്നത്തെ തിരുവനന്തപുരത്തിലേക്ക് സ്വാഗതം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും സുഖല്ലേ? എല്ലാവരും നന്നായിരിക്കുന്നോ? നമ്മളെ ഓരോ കാര്യം ചെയ്യുമ്പോഴും നമുക്കത് എങ്ങനെ ചെയ്യണമെന്ന ആഗ്രഹം. എന്ത് കാര്യം ചെയ്താലും അല്ലേ? അപ്പൊ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് എങ്ങനെ പഠിക്കണം? ഭക്ഷണം കഴിക്കുമ്പോഴോ? ഉറങ്ങുമ്പോഴോ? കളിക്കുമ്പോഴോ? ഓക്കെ, എന്നാ നമുക്കൊരു കളി കളിച്ചാലോ? എങ്ങനെയാ കളിക്കണ്ടേ? ഓക്കെ, ഈ കളി കളിക്കാനായിട്ട് 3 പേരെയാണ് ആവശ്യം. ആരാ 3 പേര് വരുന്നേ? കൂട്ടുകാരെ, ഇന്ന് കുട്ടികൾ ധാരാളം കളികൾ കളിക്കുന്നുണ്ടെങ്കിലും ഇന്നത്തെ കാലത്ത് വേറിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കളികളാണല്ലോ നാടൻ കളികൾ. നമുക്കൊരു നാടൻ കളി കളിച്ചാലോ? ഈ കളിയുടെ നിയമം എങ്ങനെയാണ്? ഈ കളി നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? ചിലർക്ക് പരിചയമുണ്ട്, ചിലർക്ക് അറിയില്ല. ഈ കളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ കാലത്ത്, ഞങ്ങളൊക്കെ കുട്ടികളായിരുന്ന കാലത്ത് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കളിയാണ്. ഈ കളിയുടെ പേരാണ് റാണിയും കൂട്ടുകാരും. ഇതാണ് റാണി, ഇത് കൂട്ടുകാർ. ഓക്കെ, ഈ കളിയിൽ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ റാണീനെ ഇങ്ങനെ വെച്ചിട്ട് കൂട്ടുകാരെ ഇങ്ങനെ ഇടും. എന്നിട്ട് ഒന്നും അനക്കാതെ, ഒരെണ്ണത്തിന് ഇളക്കാതെ ഓരോന്നും എടുക്കണം. കൂട്ടുകാരെ ഓരോരുത്തരെ എടുക്കുമ്പോഴും നമുക്ക് 10 പോയിന്റ് വീതം കിട്ടും. റാണീനെ എടുക്കുമ്പോൾ 50 പോയിന്റ് കിട്ടും. ഓക്കെ, അപ്പോൾ ആദ്യം ഏറ്റവും അധികം കറക്റ്റായിട്ട് ഒരെണ്ണം പോലെ ഇളക്കാതെ എടുത്ത് പോയിന്റ് ആർക്കാണോ കിട്ടുന്നത് അവരാണ് വിജയിക്കുക. നമുക്ക് കളിച്ചാലോ? നിങ്ങൾ റെഡിയാണോ കളിക്കാനായിട്ട്? ഓക്കെ, നമുക്ക് കളി തുടങ്ങാം. റെഡി? 1 2 3 സ്റ്റാർട്ട്. റോസ്മറി ഔട്ട്, റീത്ത ഔട്ട്. ഇപ്പൊ എത്രണ്ണം കിട്ടി? ഓരോരുത്തർക്കും കിട്ടിയത് കയ്യിലെടുത്തോളൂ. റോസ്മരിക്ക് 30 പോയിന്റ്, റോഷന് 40 പോയിന്റ്, റീത്തയ്ക്ക് 20 പോയിന്റ്. അപ്പൊ ആരാ ജയിച്ചത്? റോഷനാ ജയിച്ചത് അല്ലേ? അപ്പൊ ഒരു ക്ലാപ്പ് കൊടുത്താലോ റോഷന്? ഓക്കെ, 3 പേർക്കും കളിച്ചു കഴിഞ്ഞപ്പോ എന്താ തോന്നിയെന്നൊന്ന് പറഞ്ഞു. റോസ്മരിക്ക് എന്താ തോന്നി? കൈ വിറയ്ക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് പെട്ടെന്ന് തെറ്റിപ്പോയി. ശ്രദ്ധ മാറിപ്പോയെന്ന് തോന്നി. പിന്നെ എങ്ങനെയൊക്കെയോ ജയിച്ചു. തിരക്ക് പിടിച്ചു പോയി. അപ്പൊ 3 ആൾ എന്നാലും നന്നായി ചെയ്തില്ലേ? 3 ആൾക്ക് നല്ല ക്ലാപ്പ് കൊടുത്തേ. 3 ആൾക്കും. ഈ കളി കളിച്ചപ്പോൾ നമുക്ക് എന്താ തോന്നിയത്? നല്ല സൂക്ഷ്മത ഉണ്ടെങ്കിൽ മാത്രമേ ഇതിൽ ജയിക്കുള്ളൂ അല്ലേ? അതുപോലെ നല്ല ശ്രദ്ധയും വേണം, നല്ല കോൺസെൻട്രേഷനോട് കൂടി ചെയ്താലേ ജയിക്കുള്ളൂ. ചെറിയൊരു ഇണക്കം വരുമ്പോഴേക്കും നമ്മൾ ഔട്ടായിട്ട് പോകും അല്ലേ? നമ്മൾ എന്തോരം ആഗ്രഹത്തോടു കൂടി കളിക്കാൻ തുടങ്ങിയതാ, 100 പോയിന്റ് മേടിക്കണം എന്നൊക്കെയുള്ള നല്ല പ്രതീക്ഷയോട് തുടങ്ങിയതാണ്. പക്ഷെ 20, 30, 40 പോയിന്റിൽ നമ്മൾ ഓരോരുത്തരും ഔട്ടായിപ്പോയി. അപ്പം എന്താ ഇതിൽ നമുക്ക് പഠിക്കാൻ പറ്റിയ ഒരു കാര്യമുള്ളത്? നമ്മൾ എന്ത് ചെയ്യുമ്പോൾ അതിൽ നല്ല ശ്രദ്ധ വേണം, ഒപ്പം നല്ല സൂക്ഷ്മതയും വേണം. അതേപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമുക്ക് എന്ത് വേണം? നല്ല ശ്രദ്ധയോടുകൂടെ നമ്മൾ ജീവിക്കണം. ജീവിതത്തിൻ്റെ ഓരോ കാര്യങ്ങളിലും നമുക്കൊരു സൂക്ഷ്മത ഉണ്ടാവണം. ഈ ഗെയിമിൽ നിന്ന് നമുക്ക് അങ്ങനെ ഒരു ഐഡിയ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താനായിട്ട് പരിശ്രമിക്കാം. കൂട്ടുകാരെ, പിതാവായ ദൈവം തൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചപ്പോൾ ഒരു ദൗത്യം നൽകിയാണ് അയച്ചത്. നമ്മയും ഓരോ ദൗത്യം നൽകിയാണ് അയച്ചിരിക്കുന്നത്. എന്താ സംശയമുണ്ടോ? എന്നാൽ കേട്ടോളൂ. എല്ലാവർക്കും പസിൽസ് കളിക്കാൻ ഇഷ്ടമല്ലേ? ഒരു കുഞ്ഞ പസിൽ തന്നാൽ ചെയ്യാവോ? ഈ ബോർഡിലുള്ളത് ഒരു കുഞ്ഞ പസിലാണ്. ഇതെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4 ഡോട്ട്സ് കാണുന്നില്ലേ? ഈ 4 ഡോട്ട്സ് 3 വരകൾ ഉപയോഗിച്ച് യോജിപ്പിക്കണം. അതിനൊരു പ്രത്യേകത, വെറുതെ യോജിപ്പിച്ചാൽ പോരാ, അതൊരു ക്ലോസ്ഡ് ഫിഗർ ആവുകയും ചെയ്യണം. വരകളൊന്നും ക്രോസ് ചെയ്ത് പോകാൻ പാടില്ല. ഒരു വരയുടെ മുകളിൽ കൂടെ മറ്റേ വര പോകാൻ പാടില്ല. അത് അടഞ്ഞൊരു ക്ലോസ്ഡ് ഫിഗർ ആയിട്ട് വരികയും ചെയ്യണം. ആരാ ചെയ്യാ? മൂന്ന് വരകൾ കൊണ്ട് യോജിപ്പിച്ചു അല്ലേ? പക്ഷെ ശരിയായോ? എന്താ പ്രശ്നം പറ്റിയേ? ക്ലോസ്ഡ് ആയില്ല. ഓക്കെ, എന്നാലും ചെന്നിരുന്നു. നെക്സ്റ്റ് ആരാ വരുന്നേ?
3 വരകൾ വന്നു അല്ലേ? കറക്റ്റായി. പക്ഷെ ക്ലോസ്ഡ് ആയോ? ഇല്ല. ഇനിയും ഒരാൾക്കൂടെ ചാൻസ്. ആരാ വരുന്നേ? ശരിയായോ? ആ, ശരിയായല്ലേ? റൂത്ത് കറക്റ്റായിട്ട് വരച്ചു. എത്ര വരകൾ ഉപയോഗിച്ചു? 3 വരകൾ വെച്ചു. ക്ലോസ്ഡ് ആയോ? ഒരു വരയുടെ മുകളിൽ കൂടെ ഒരെണ്ണം പോയോ? ഇല്ല. കറക്റ്റായിട്ട് റൂത്ത് വരച്ചില്ലേ? റൂത്തിന് ഒരു നല്ല ക്ലാപ്പ് കൊടുത്തേ. ഓക്കെ, എന്തുകൊണ്ടാണ് റൂത്തിന് മാത്രം ഇങ്ങനെ വരയ്ക്കാൻ പറ്റിയത്? നമ്മളെല്ലാവരും ഈ 4 ഡോട്ട് തന്നെയല്ലേ കോൺസെൻട്രേറ്റ് ചെയ്ത് തന്നെയല്ലേ വരച്ചേ? ആൻസ് ആണെങ്കിലും ഡോൺ ആണെങ്കിലും ഒക്കെ അങ്ങനെ വരച്ചേ. എന്താ റൂത്തിന് മാത്രം അങ്ങനെ വരയ്ക്കാൻ പറ്റിയേ? എന്തുകൊണ്ടായിരിക്കും? റൂത്ത് നമ്മളെ ഡോട്ട് മാത്രമല്ല നോക്കിയത്, ഡോട്ടിനപ്പുറത്തേക്കും കൂടെ ഒന്ന് ശ്രദ്ധിച്ചു അല്ലേ? ഡോട്ടിനപ്പുറത്തും എങ്ങനെ അപ്പുറത്തുള്ള സ്ഥലം ഉപയോഗിച്ച് ഈ ഡോട്ടുകൾ ഉൾക്കൊള്ളുന്ന രീതിയിൽ എങ്ങനെ വരയ്ക്കാമെന്ന് റൂത്ത് ചിന്തിച്ചു. അതായത് നമ്മളൊക്കെ ചിന്തിക്കുന്നതിനപ്പുറത്ത് കുറച്ചും കൂടി ഒരു ഉയർന്ന് ചിന്തിക്കാനായിട്ട് റൂത്തിന് സാധിച്ചു. അതുകൊണ്ടാണ് റൂത്തിന് ഇത്രയും കറക്റ്റായിട്ട് വരയ്ക്കാൻ സാധിച്ചത്. നമുക്ക് നമ്മുടെ ഈശോയെക്കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കിയാലോ? ഈശോയുടെ ജീവിതത്തിലും ഈശോയുടെ കാലത്ത് ഒരുപാട് പേര് ജീവിച്ചിരുന്നു അല്ലേ? അവരെ പോലെ ഒക്കെ തന്നെയായിരുന്നു ഈശോയും ജീവിച്ചത്. പക്ഷെ ഈശോ എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു മനുഷ്യനായി തീർന്നത്? ഈശോ അവരെക്കാളും അപ്പുറത്ത് കുറച്ചും കൂടി ഉയർന്ന് ചിന്തിച്ചു. എങ്ങനെയാണ് ഈശോയ്ക്ക് ഇങ്ങനെ ഉയർന്ന് ചിന്തിക്കാൻ പറ്റിയെന്ന് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കിയാലോ? ഈശോ എവിടെയാ വളർന്നു വന്നത്? നസ്രത്തിലല്ല ഈശോ വളർന്നു വന്നത്. ഈശോ നസ്രത്തിൽ വളർന്നു വന്നു. മാതാവിൻ്റെയും ഔസപിതാവിൻ്റെയും കൂടെ വളർന്നു വന്നെന്നെല്ലാം നമ്മൾ കേൾക്കുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷത്തിൽ 4-ാം അധ്യായത്തിൽ ഒരു സംഭവമുണ്ട്. നസ്രത്തിൽ ഈശോ വളർന്നു വന്നു. നമ്മൾ നമ്മുടെ നാട്ടിൽ വളർന്നു വരുന്ന പോലെ തന്നെ ഈശോയും നസ്രത്തിൽ വളർന്നു വന്നു. 4-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ദിവസം സിനഗോഗിൽ ഈശോ ചെന്നു. ഒരു സാബത്ത് ദിവസം, നമ്മൾ ഞായറാഴ്ച പള്ളിയിൽ പോവില്ലേ, അതുപോലെ ഈശോയും സാബത്ത് ദിവസം സിനഗോഗിൽ ചെന്നു. സിനഗോഗിൽ ചെന്നപ്പോൾ നമുക്കൊക്കെ ഇടയ്ക്ക് ലേഖനം വായിക്കാനൊക്കെ കിട്ടാറില്ലേ? അതേപോലെ ഈശോയ്ക്കും വായിക്കാനായിട്ട് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം എടുത്തു കൊടുത്തു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം എടുത്തു കൊടുത്ത് ഈശോ പുസ്തകം തുറന്ന് വായിച്ച ഒരു ഭാഗമുണ്ട്. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ ആ ഭാഗം? നമ്മൾ വേദപാഠത്തിനൊക്കെ പഠിക്കുന്നത്. ഓക്കെ, ഡോൺ പറഞ്ഞേ. കർത്താവിന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കാനാണ് അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നത്. ഡോൺ പറഞ്ഞില്ലേ? നന്നായി പറഞ്ഞല്ലേ? ഒരു ക്ലാപ്പ് കൊടുത്തേ ഡോണിന്. ഈശോ ഈ ബൈബിൾ വചനം പറഞ്ഞിട്ട് ഈശോ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇന്ന് ഈ വചനം പൂർത്തിയായിരിക്കുന്നു. എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈശോയ്ക്ക് ഈ ലോകത്തിലുള്ള ദൗത്യമായിരുന്നു യെശയ്യാ പ്രവാചകൻ പണ്ടേ പറഞ്ഞു വെച്ചിട്ടുള്ള ആ ദൗത്യം. യെശയ്യാ പ്രവാചകന്റെ ബുക്ക് ഈശോയിനേക്കാളും ഒരുപാട് മുന്നേ എഴുതിയ ബുക്കാണ്. എന്നാലും അതിൽ പറഞ്ഞ കാര്യം ഇപ്പോൾ ഇവിടെ പൂർത്തിയായിരിക്കുന്നു എന്നാണ് ഈശോ പറയുന്നത്. അപ്പോൾ ഈശോയ്ക്ക് എന്തൊക്കെയായിരുന്നു ദൗത്യങ്ങൾ ഉണ്ടായിരുന്നത്? എന്തൊക്കെയായിരുന്നു ഈശോയുടെ ദൗത്യങ്ങൾ? ഡോൺ ഇപ്പോൾ പറഞ്ഞു. നമുക്ക് എല്ലാവരും പഠിച്ചിട്ടുള്ളത് അല്ലേ? നമ്മളെല്ലാം വേദപാഠത്തിന് വൃത്തിയായിട്ട് പഠിച്ചിട്ടുള്ളത്. ഓക്കെ, ഒന്ന് പറഞ്ഞു, എന്തൊക്കെയായിരുന്നു ഈശോയുടെ ദൗത്യങ്ങൾ? എല്ലാവരും ഒരുമിച്ച് പറഞ്ഞോ. ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കുവാനായിട്ട് 1. 2, ബന്ധിതർക്ക് മോചനം, അന്ധർക്ക് കാഴ്ച, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം, കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കുവാനാണ് വന്നിരിക്കുന്നത്. ഈശോയ്ക്ക് ഈ ദൗത്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ദൗത്യം നിർവഹിക്കാനായിട്ട് ഈശോയെ ആരായിരുന്നു ശക്തിപ്പെടുത്തിയതെന്നറിയോ? ഈ വചനത്തിന്റെ തുടക്കത്തിൽ പറയുന്നുണ്ട് ആരായിരുന്നു ഈശോയെ ശക്തിപ്പെടുത്തിയിരുന്നെന്ന്. ആര് പറഞ്ഞു? കർത്താവിന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ദൈവത്തിന്റെ ആത്മാവാണ് ഈശോയ്ക്ക് ഈ ദൗത്യത്തിന് മുഴുവനുള്ള ശക്തി കൊടുത്തത്. അപ്പോൾ ഈശോയ്ക്ക് ഈ ദൗത്യമാണെങ്കിൽ നമ്മളുടെ ഓരോരുത്തരുടെയും ദൗത്യം എന്താ? നമ്മളെല്ലാവരും ക്രിസ്ത്യാനികളല്ലേ? അപ്പൊ നമ്മളുടെയും ദൗത്യം എന്താ? നമ്മൾക്കും ഈശോ നൽകിയിരിക്കുന്ന ദൗത്യം എന്താണ്? ഇത് തന്നെയാണ് നമ്മുടെയും ദൗത്യം. അപ്പൊ ഈ ദൗത്യം ചെയ്യാനായിട്ട് നമുക്ക് ഈശോ അതിനുള്ള ശക്തി തന്നിട്ടുണ്ടോ? ശക്തി തന്നിട്ടുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് എന്താണ് ആ ശക്തി? ദൈവത്തിന്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് തന്നെയാണ് നമുക്കും ശക്തി. എപ്പോഴാണ് നമുക്ക് പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുന്നത്? നമുക്ക് എപ്പോഴാണ് പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുന്നത്? മാമോദീസായിലൂടെയും സ്ഥൈര്യലേപനത്തിലൂടെയും ദൈവത്തിന്റെ ഇതേ ആത്മാവിനെ തന്നെ നമുക്കും നൽകിയിട്ടുണ്ട്. എന്നിട്ടാണ് നമ്മളോടും പറയുന്നത് ഈ ദൗത്യം ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ ഈ ദൗത്യം ചെയ്യാനായിട്ട് ആത്മാവ് നമുക്ക് എല്ലാവർക്കും ശക്തി നൽകിയിട്ടുണ്ട്. അപ്പൊ നമ്മളെല്ലാവരും ഈ ദൗത്യം ചെയ്യണ്ടേ?
കുട്ടികൾ ചെയ്യേണ്ട വലിയൊരു മാത്രം ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. നമ്മൾ കുട്ടികളായിരിക്കുമ്പോഴേ നമുക്ക് പരിശുദ്ധാത്മാവിനെ നൽകിയിട്ടുണ്ടെങ്കിൽ നമുക്കും ഈ ദൗത്യം ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് ഈ ദൗത്യം എങ്ങനെ ചെയ്യാൻ പറ്റും? നമുക്ക് ഒരു മിനിറ്റ് ഒന്ന് ചിന്തിച്ചു നോക്കിയാലോ. എങ്ങനെയാണ് നമുക്ക് ഓരോരുത്തർക്കും ഈ ദൗത്യം ചെയ്യാനായിട്ട് സാധിക്കുക? നമുക്ക് ആരുണ്ട്? പരിശുദ്ധാത്മാവുണ്ട്. അപ്പോൾ ഈ ദൗത്യം ചെയ്യാനുള്ള ശക്തിയും പരിശുദ്ധാത്മാവ് നൽകുന്നുണ്ട്. ഈ ദൗത്യം നമുക്ക് ഓരോരുത്തർക്കും എങ്ങനെ ചെയ്യാം? ആർക്കെങ്കിലും എന്തെങ്കിലും ഐഡിയ കിട്ടുന്നുണ്ടെങ്കിൽ പറയാം. ദരിദ്രരെ സഹായിച്ചുകൊണ്ട്. ദരിദ്രരെ സഹായിച്ചുകൊണ്ട്. അത് ഏത് ദൗത്യമാണ് നമ്മൾ ചെയ്യണേ? ദരിദ്രരെ സഹായിക്കുമ്പോൾ ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ള ദൗത്യം. എങ്ങനെ നമ്മൾ ദരിദ്രരെ സഹായിക്കാൻ പറ്റും? എങ്ങനെയൊക്കെ ദരിദ്രരെ സഹായിക്കാൻ പറ്റും? എങ്ങനെയൊക്കെ നമുക്ക് ദരിദ്രരെ സഹായിക്കാൻ പറ്റും? അവർക്ക് പണം കൊടുത്ത് സഹായിക്കാം. ദരിദ്രർക്ക് പണം കൊടുത്ത് സഹായിക്കാം. പിന്നെ ഈ കാലഘട്ടത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ ഉണ്ടല്ലോ, ദരിദ്രനോട് ഒരുപാട് കാര്യങ്ങൾ ദരിദ്രരെ കുറിച്ച് നമ്മളോട് പറയാണ്. എങ്ങനെയാണ് നമ്മൾ ദരിദ്രരെ സ്നേഹിക്കേണ്ടേ? ഇത്രയും കാലം നമ്മൾ വിചാരിച്ചിരുന്ന മോള് പറഞ്ഞ പോലെ ദരിദ്രർക്ക് പൈസ കൊടുത്ത് സഹായിക്കൽ മാത്രമാണ് അവരെ സഹായിക്കലെന്നാണ്. പക്ഷെ ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കുക എന്താണെന്നുള്ളത് ഈ കാലഘട്ടത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ പറയാം. നമ്മൾ ആരും പൈസ സമ്പാദിക്കുന്ന ആൾക്കാരല്ല അല്ലേ? നമുക്കൊക്കെ എങ്ങനെയാ അവരെ പൈസ കൊടുത്ത് സഹായിക്കാൻ? പപ്പയുടെ കിട്ടുന്ന പോക്കറ്റ് മണി വെച്ചൊക്കെ നമുക്ക് സഹായിക്കാൻ പറ്റുള്ളൂ. പക്ഷെ അതിനേക്കാൾ അപ്പുറത്ത് നമുക്ക് ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കാനായിട്ട് ഒരുപാട് വേദികളുണ്ട്. ദരിദ്രരെ നോക്കി ചിരിക്കുന്നത്, അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത്. ദരിദ്രരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയുള്ളവരാ? പൈസ ഇല്ലാത്തവർ മാത്രമല്ല, പല വിധത്തിലും ദാരിദ്ര്യമുള്ളവരുണ്ട് അല്ലേ? ഇപ്പം നമ്മുടെ ക്ലാസ്സിൽ നല്ല പൈസയുള്ള കുട്ടിയായിരിക്കും, പക്ഷെ പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കൊച്ചാണെങ്കിൽ ആൾ എന്തൊരു ദാരിദ്ര്യമുള്ള ആളാ? പഠിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കൊച്ചാ അല്ലേ? അപ്പം ആളിന് ഒന്ന് കൂടെ കൂട്ടാനും സഹായിക്കാനും നമുക്ക് പറ്റുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുവാണ്? അവരോട് കൂടെ ആയിരിക്കും അല്ലേ? ഫ്രാൻസിസ് മാർപ്പാപ്പ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദരിദ്രരായിട്ടുള്ള ആൾക്കാരോട് കൂടെ ഭക്ഷണം കഴിക്കുന്നു, അവരെ സ്നേഹിക്കുന്നു, അവരോട് കൂടെ ആയിരിക്കാൻ ആഗ്രഹിക്കുന്നു. ഒപ്പം തന്നെ നമ്മളെല്ലാവരെയും പ്രചോദിപ്പിക്കുകയാണ്. എന്തിനു വേണ്ടി? ദരിദ്രരെ സ്നേഹിക്കാനും ദാരിദ്ര്യത്തിനെ വെറുക്കാതിരിക്കാനും. ദരിദ്രരെ വെറുത്ത് ഉപേക്ഷിക്കാതെ അവരെ നമ്മുടെ കൂടെ കൂട്ടി എല്ലാവരെയും ഒരുപോലെ കാണാനായിട്ട്. അപ്പം നമുക്കും ഈ കാലഘട്ടത്തിൽ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മുടെ ചുറ്റുമുള്ള സാമ്പത്തികമായിട്ട് ദരിദ്രരായിരിക്കുന്നവരെ മാത്രമല്ല, പല വിധത്തിലും ദരിദ്രരായിരിക്കുന്നവരൊക്കെ നമുക്ക് സഹായിക്കാനുള്ള കുറേ വഴികൾ നമുക്ക് കാണിച്ചു തരാം. പിന്നെ ദരിദ്രരെ സഹായിക്കൽ മാത്രമാണോ? പിന്നെന്തായിരുന്നു നമ്മൾ പറഞ്ഞേ? അന്ധർക്ക് കാഴ്ച. എങ്ങനെ അന്ധർക്ക് കാഴ്ച കൊടുക്കാൻ പറ്റുക നമുക്ക്? അന്ധർക്ക് കാഴ്ച എങ്ങനെയാ? അവർക്ക് കണ്ണുകൾ കൊടുത്തു. ഒരു കാര്യമല്ല, നമ്മൾ മരിക്കുമ്പോൾ നമ്മുടെ കണ്ണൊക്കെ അന്ധർക്ക് വേണ്ടിയിട്ട് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് അന്ധർക്ക് കാഴ്ച കൊടുക്കണതല്ലേ? ഈശോയുടെ ദൗത്യത്തിൽ ഒരു ചെറിയ രീതിയിൽ നമ്മൾ പങ്കാരാവുക. പിന്നെ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? അന്ധകാരത്തിൽപ്പെട്ടവർക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. പാപത്തിന്റെ അന്ധകാരത്തിൽ പെട്ടവർ, ജീവിതത്തിൽ അന്ധകാരം നിറഞ്ഞു പോയിട്ടുള്ളവരെ നല്ല വഴിയിലേക്ക് നയിക്കുക. അപ്പോൾ വലിയ വലിയ ആൾക്കാരൊന്നും നമുക്ക് പറ്റിയില്ലെങ്കിലും നമ്മുടെ കൂട്ടത്തിലുള്ളവർ തെറ്റ് ചെയ്യുമ്പോഴൊക്കെ അവരെ നല്ല വഴിക്ക് തിരിക്കാനൊക്കെ നമുക്ക് നോക്കിയാൽ നമുക്ക് അന്ധകാരം നീക്കാൻ പറ്റും. പിന്നെ ഈശോയുടെ ഒരു ദൗത്യം കൂടി ഉണ്ടല്ലോ. ഇനി എന്തായിരുന്നു ഒരു ദൗത്യം ഉണ്ടായിരുന്നേ? അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം. എങ്ങനെ അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം എന്നുള്ള ദൗത്യം നമുക്ക് ചെയ്യാൻ പറ്റാം? കൂട്ടുകാരൊക്കെ ഇല്ലാണ്ടിരിക്കുന്ന തനിച്ചിരിക്കുന്നവരോടൊക്കെ ഒന്ന് കൂട്ടുകൂടാം അല്ലേ? ഇപ്പൊ ക്ലാസ്സിൽ ആരും കൂട്ടുകൂടാണ്ട് എല്ലാവരും മാറ്റി നിർത്തപ്പെട്ടത് ചിലപ്പോൾ എന്തൊക്കെ കാരണം കൊണ്ടായിരിക്കും. ചിലപ്പോൾ സംസാരിക്കാത്ത കൊച്ചായിരിക്കും, അല്ലെങ്കിൽ പെട്ടെന്ന് കരയണതായിരിക്കും, പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന കൊച്ചായിരിക്കും. അങ്ങനെ എന്തെങ്കിലും പ്രത്യേകതകൾ കൊണ്ട് ആരും കൂട്ടുകൂടാതിരിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അവരെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? അവരുടെയൊക്കെ കൂട്ടുകൂടിയിട്ട് എന്തെങ്കിലും കാര്യത്തിൽ മാറ്റി നിർത്തപ്പെട്ടവരെയൊക്കെ നമുക്ക് കൂടെ ചേർക്കാം. ഈശോ അങ്ങനെയായിരുന്നു ഈശോയുടെ കാലത്ത് ചെയ്തിരുന്നത്. ആരെയും ഈശോ മാറ്റി നിർത്തിയിട്ടില്ല. സമൂഹം മാറ്റി നിർത്തിയിട്ടുള്ള കുഷ്ഠരോഗികൾ, അങ്ങനെ ചുങ്കക്കാർ, അങ്ങനെ ആയിട്ടുള്ളവരെ പോലും ഈശോ ചേർത്ത് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ സമൂഹത്തിലും നമ്മുടെ ക്ലാസ്സിലൊക്കെയുള്ള മാറ്റി നിർത്തപ്പെട്ടവരെ നമ്മുടെ കൂട്ടിക്കൊണ്ട് നമുക്ക് കൂട്ടത്തിൽ ചേർത്തുകൊണ്ട് നമുക്ക് അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം എന്നുള്ള ഈശോയുടെ ദൗത്യം നമുക്കും പ്രാക്ടിക്കലാക്കാൻ പറ്റും. പിന്നെ ഇനി അതൊരു ദൗത്യം കൂടിയുള്ളത് കർത്താവിന് സ്വീകാര്യമായ വത്സരം. എങ്ങനെയാണ് കർത്താവിന് സ്വീകാര്യമായ വത്സരം നമുക്ക് പ്രഖ്യാപിക്കാൻ പറ്റാം? എങ്ങനെയായിരിക്കും? കർത്താവിന് സ്വീകാര്യമായ വത്സരം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കേണ്ടതെന്ന് വെച്ചാൽ ഈശോയ്ക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം നടക്കണം. ഈശോയ്ക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം നടക്കുമ്പോൾ അത് കർത്താവിന് സ്വീകാര്യമായി. അപ്പം എങ്ങനെ നമുക്ക് ഈശോയ്ക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം നടത്താൻ പറ്റുക? ഈശോ തന്നിരിക്കുന്ന ദൗത്യങ്ങൾ നിറവേറ്റിക്കൊണ്ട്. ഈശോ തന്നിരിക്കുന്ന ദൗത്യങ്ങൾ അതെങ്ങനെ നമുക്ക് പറ്റുക? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ഞാൻ എൻ്റെ ഈശോയ്ക്ക് ഇഷ്ടമുള്ളത് മാത്രമേ ചെയ്യുള്ളൂ എന്ന് വിചാരിക്കണം. അങ്ങനെ നമ്മളെല്ലാവരും വിചാരിച്ചാലോ? നമ്മുടെ അത്രയും സ്ഥലം അല്ലേ, നമ്മുടെ ക്ലാസ്സിൽ, നമ്മുടെ വീട്ടിൽ, നമ്മുടെ സമൂഹത്തിലൊക്കെയും എല്ലാവരും അങ്ങനെ വിചാരിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഈശോയുടെ ഇഷ്ടം മാത്രം ഈ ലോകത്തിൽ നടക്കും. ഈശോയ്ക്ക് അത് ആഗ്രഹം. ഈ ലോകം മുഴുവനും ഈശോയുടെ ഇഷ്ടം മാത്രം നടക്കണം. ദൈവത്തിൻ്റെ ഇഷ്ടം മാത്രം നടക്കുന്ന ലോകം, അതാണ് കർത്താവിന് സ്വീകാര്യമായ സംവത്സരം.
ഇതൊക്കെയാണ് നമുക്ക് ഓരോരുത്തർക്കുള്ള ദൗത്യം. പക്ഷെ ഇതെല്ലാ ദൗത്യം കൂടെ ഒരുമിച്ച് നമുക്ക് ചിലപ്പോൾ ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷെ ഓരോ സമയത്തും നമുക്കുള്ള ദൗത്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളെ നമുക്ക് തന്നിട്ടുണ്ടല്ലോ. ആരാത്? പരിശുദ്ധാത്മാവ്. അപ്പൊ പരിശുദ്ധാത്മാവിനോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ പ്രചോദിപ്പിക്കുകയും ചെയ്യും. ഓരോ സമയത്തും നമ്മൾ എങ്ങനെയാണ് ഈ ലോകത്തിൽ ഈശോയുടെ ദൗത്യം ചെയ്യേണ്ടതെന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് നന്നായിട്ട് വെളിപ്പെടുത്തി തരും. ഒരാൾ ചെയ്യുന്ന കാര്യമായിരിക്കില്ല വേറൊരാൾ ചെയ്യേണ്ടത്. ദൈവം ഓരോരുത്തർക്കും ഓരോ സമയത്തും നൽകുന്ന ദൗത്യം വ്യത്യസ്തമായിരിക്കും. നമ്മുടെ ഓരോരുത്തരുടെയും സാഹചര്യം വ്യത്യസ്തമായിരിക്കും. അപ്പൊ അത് അറിഞ്ഞ് ആ സമയത്ത് പ്രവർത്തിക്കാനായിട്ട് ആര് നമ്മളെ സഹായിക്കും? പരിശുദ്ധാത്മാവ് സഹായിക്കും. അത് നമുക്ക് ഒരു നിമിഷം കണ്ണടച്ച് കൈകൾ കൂപ്പി നമുക്ക് ഒരു മിനിറ്റ് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ഈശോ ഞങ്ങൾക്ക് നൽകിയ ദൗത്യം ചെയ്യുവാനായിട്ട്, ഈശോയുടെ ദൗത്യം അനുസരിച്ച് ജീവിക്കുവാനായി ഞങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തണമേ. അങ്ങയുടെ വലിയ കൃപ ഞങ്ങളിലേക്ക് വർഷിക്കണമേ. ആമീൻ. ഹായ് കൂട്ടുകാരെ, നമ്മുടെ ദൗത്യം എങ്ങനെയാണ് നിറവേറ്റുക എന്ന് മനസ്സിലായില്ലേ? എന്നാൽ നമുക്ക് അവിടുത്തെ സന്തോഷത്തോടെ പാടി സ്തുതിച്ചാലോ? ഈശോയുടെ ദൗത്യത്തെ കുറിച്ചുള്ള ഒരു പാട്ട് നമുക്ക് പഠിച്ചാലോ? ഈ പാട്ട് പഠിക്കാനായിട്ട് സിസ്റ്റർ ലിറ്റി നമ്മളെ സഹായിക്കും. സിസ്റ്റർ പാടിത്തരുന്ന പാട്ട് നമുക്ക് ഏറ്റുപാടാം. എല്ലാവരും റെഡിയല്ലേ? റെഡിയാണ്. ചം ചക ചം ചക ചം ചക ചം 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 ലാ 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 ഈ കാവൽ മാലാഖമാർ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ഒരു വലിയ ബോധ്യം ഈശോ നമുക്ക് ഈ തിരുവചനങ്ങളിലൂടെ പറഞ്ഞു തരികയായിരുന്നു.